ഇതുപോലെ പ്രധാനമാണ് ഈ മത സാമുദായിക സമവാക്യങ്ങൾ. അത് കണ്ണൂരിനെ സംബന്ധിച്ചും പ്രധാനമാണ്. SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിനും UDFനും അത് വേണ്ട എന്നവർ പറഞ്ഞു. ഇപ്പോൾ SDPI തീരുമാനമെടുത്തിട്ടില്ല. SDPIക്ക് ഏതാണ്ട് 20,000 വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 19,000 ചില്ലറ, 20,000-അടുത്ത് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ഉറച്ച വോട്ടാണ് എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. അപ്പോൾ അവർക്ക് 20,000-ഓളം വോട്ടുണ്ട്. കണ്ണൂർ സിറ്റി, അഴീക്കോട്, പേരാവൂർ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും ശക്തമാണ്. ന്യൂനപക്ഷ വോട്ട് ഏതാണ്ട് പൂർണ്ണമായി കോൺഗ്രസിനും സുധാകരനും കിട്ടുന്നതായിരുന്നു ചരിത്രം. പക്ഷേ ഇക്കുറി അത് ആവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കെ സുധാകരൻ്റെ തന്നെ മുൻകാല പ്രസ്താവനകൾ അത് ഈ ന്യൂനപക്ഷ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ സുഭാഷ്? നമ്മൾ കെ സുധാകരൻ്റെ പ്രസ്താവനകൾ കൂടുതൽ എന്താണ് പറയുക ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹം KPCC പ്രസിഡൻ്റായതിനു ശേഷമാണ്. കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടിയത്. അതിനുശേഷമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും വളരെ തരംതാണ നിലയിലുള്ളതായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് എന്താ പറയുക ഖേദിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ആവശ്യമെങ്കിൽ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ BJPയിൽ പോകും എന്ന ഒരു പ്രസ്താവന. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്ത് RSSൻ്റെ ക്യാമ്പിന് കാവൽ നിന്നിരുന്നു, RSS ശാഖയ്ക്ക് കാവൽ നിന്നിരുന്നു എന്ന വീരസ്യം പറച്ചിൽ. അതേപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് RSSുമായിട്ട് ഒരു സംഘടനവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വെറുക്കപ്പെടേണ്ട ശത്രു CPM ആണ് തുടങ്ങിയ പ്രസ്താവനകൾ. ഈ തരത്തിൽ ഒരു കൃത്യമായ തരത്തിലുള്ള രാഷ്ട്രീയ ജ്ഞാനമില്ലാത്തത്, അല്ലെങ്കിൽ അത്തരം ഒരു ഉയർന്ന ചിന്താഗതി ഇല്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുമ്പ് ഒരു KPCC പ്രസിഡന്റുമാർക്കും എല്ലാ KPCC പ്രസിഡന്റുമാരും അവരുടെ സഖ്യകക്ഷികളുമായി, അതിൻ്റെ നേതാക്കളുമായി പുലർത്തിയിരുന്ന വല്ലാത്തൊരു വ്യക്തിബന്ധം അതേ അളവിൽ പുലർത്താൻ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി പുലർത്താൻ കെ സുധാകരന് കഴിഞ്ഞിട്ടില്ല. സുധാകരൻ്റെ ഇത്തരം പ്രസ്താവനകൾ മുസ്ലിം ലീഗിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിൽ ഉള്ള അതൃപ്തി വലിയ തോതിൽ കണ്ണൂരിൽ പ്രകടവുമാണ്. പലപ്പോഴും നമുക്കറിയാം UDFൻ്റെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കാനും അല്ലെങ്കിൽ ആ തരത്തിൽ പ്രകടനപരമുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവുക. അടിത്തട്ടിൽ ഇറങ്ങി കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത് പലപ്പോഴും ലീഗിൻ്റെ പ്രവർത്തകരാണ്. വടക്കൻ കേരളത്തിൽ അത് വളരെ കൃത്യമാണ്. CPMനെ പോലെ തന്നെ കൃത്യമായ, വ്യക്തമായ, ശക്തമായ ഒരു സംഘടനാ സംവിധാനം മുസ്ലിം ലീഗിനുമുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് UDFൻ്റെ പ്രവർത്തനങ്ങളെ വളരെ പരിപോഷിപ്പിക്കുന്നത്. എന്നാൽ കണ്ണൂർ മണ്ഡലത്തിൽ അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ യൂത്ത് ലീഗ് പിന്നാക്കം നിൽക്കുകയാണ്. നമുക്കത് സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി തന്നെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആരവങ്ങളൊന്നും കണ്ണൂരിൽ നിന്ന് വരുന്നില്ല. അതേപോലെ തന്നെ അവിടെ UDFൻ്റെ കൺവെൻഷൻ ഉണ്ടായപ്പോൾ ലീഗ് നേതാക്കന്മാരുണ്ടായെങ്കിലും അണികൾ ഉണ്ടായില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ, പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാവുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ SDPIയുടെ വോട്ടിൻ്റെ കാര്യമായാലും, SDPI വോട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് കെ സുധാകരൻ. പക്ഷേ SDPI എത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് നൽകുമെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. മുസ്ലിം വോട്ട് ഇങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളുമായും ഇതേ അവസ്ഥയുണ്ട്. പേരാവൂർ പോലെയുള്ള ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ മണിപ്പൂർ നയവുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുണ്ട്. ഈ മുസ്ലിങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ, അതായത് CAA ആയാലും അതേപോലെ തന്നെ മണിപ്പൂരായാലും കോൺഗ്രസ്സിന് കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നത് അവരുടെ ജനപ്രീതിയിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ 2019 ജയിച്ചിരുന്ന 2019 കണ്ണൂരിൽ ഇലക്ഷനിൽ നിന്നപ്പോഴുള്ള സാഹചര്യമല്ല അവിടെയുള്ളത്. അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസ് B ഇപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ ഒരു തരത്തിലുള്ള വോട്ട് മാറ്റം കൂടി സുധാകരന് പ്രതികൂലമാവാനാണ് സാധ്യത. സുഭാഷ്, കേരള കോൺഗ്രസ് B അല്ല, കേരള കോൺഗ്രസ് M ഇടതു മുന്നണിയിലേക്ക് വന്ന സാഹചര്യം, അതേക്കുറിച്ചല്ലേ സൂചിപ്പിച്ചത്? കേരള കോൺഗ്രസ് M തെറ്റിപ്പോയതാണ്. ഒരുപക്ഷെ അത് ഇരിക്കൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ചെറിയ സ്വാധീനം ചെലുത്തിയേക്കാം. ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവാം. റൈറ്റ്. ഇതിനോടൊപ്പം ഈ കെ സുധാകരനെ കുറിച്ച് നമ്മൾ പ്രചരണ രംഗത്തൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന്, അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നാണ്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം മണ്ഡലത്തിൽ അത്രത്തോളം സജീവമായിരുന്നില്ല. ഇതിനു മുമ്പ് MP ആയിരുന്നപ്പോൾ എത്രത്തോളം സജീവമായിരുന്നു, അത്രത്തോളം സജീവമായിരുന്നില്ല എന്നൊരാക്ഷേപം കേൾക്കുന്നുണ്ട്. അത് സുധാകരൻ്റെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
സുധാകരൻ കഴിഞ്ഞ തവണ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ പോലും വന്നില്ല എന്ന പരാതിയുള്ള ഒത്തിരി മേഖലകൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണോ അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ണൂരിൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അത് നേരത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കാലത്ത് പോലും കണ്ണൂരിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയോടുകൂടി വീണ്ടും ജയിച്ചു വന്നത്. എന്നാൽ ഇത്തവണ അത്തരം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായില്ല. അത് വലിയൊരു പരാജയം തന്നെയാണ്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ല. ഇതേപോലെ തന്നെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്ര ഗുണകരമായിരുന്നില്ല എന്ന് വേണം പറയാൻ. അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു. പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചതിൻ്റെ എണ്ണം പോലും വളരെ കുറവാണ്. ദേശീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒരു KPCC പ്രസിഡൻ്റാണ്. കേരളത്തിൻ്റെ ശബ്ദം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശബ്ദം കൃത്യമായ തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർലമെൻറ്റിൽ അറിയിക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ആ തരത്തിലുള്ള ചർച്ചകളിൽ മുന്നിട്ട് നിന്നില്ല. അത്തരം കാര്യങ്ങളിൽ, ദേശീയ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു വോയിസായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ പൗരത്വ പ്രശ്നം, ഭേദഗതി വിഷയങ്ങളിലടക്കം അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പോലും നൽകാനാവാത്ത അവസ്ഥ വന്നു. മണിപ്പൂരിലെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പാർലമെൻറ്റിൽ താങ്കളുടെ പെർഫോമൻസ് മോശമായിരുന്നല്ലോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം ക്ഷുഭിതനായാണ് പത്രക്കാരോട് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി കളയ്ക്കാം എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കണ്ടത്. അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അവരുടെ നോട്ടത്തിൽ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു എന്നത് തന്നെയാണ് ശരി. റൈറ്റ്. കണ്ണൂരിൻ്റെ സ്ഥിതി അതാണ്. പാർട്ടി വോട്ടുകൾ മാത്രം കിട്ടിയാൽ CPIM-ന് ഇടതുമുന്നണിക്ക് അവിടെ ജയിക്കാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന പതിവ് കണ്ണൂരുകാർ തുടർന്നാൽ CPIM-ൻ്റെ കണക്കൂട്ടലുകൾ ഇത്തവണയും പിഴയ്ക്കും. MV ജയരാജനും പാർട്ടി സംവിധാനവും CPIM-ൻ്റെ സംഘടനാ സംവിധാനവും നടത്തുന്നത് അത്യധ്വാനമാണ് ഈ വേനൽക്കാലത്ത്. അതിനെ മറികടക്കാനുള്ള സംഘടനാ സംവിധാനം UDF-നില്ല എന്നുള്ളത് തർക്കമറ്റ സംഗതിയും. ഇതിനൊക്കെ പരിഹാരം K. സുധാകരൻ എന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് കോൺഗ്രസിന് നൽകുന്ന, ആ സാന്നിധ്യം കോൺഗ്രസിന് നൽകുന്ന ഊർജ്ജമാണ്. ആ ഊർജ്ജം പഴയതുപോലെ ഉണ്ടോ എന്നുള്ളതാണ് കണ്ണൂരിലെ മത്സരത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. കണക്കിൽ കണ്ണൂരിൽ ഇപ്പോഴും മേൽക്കൈ ഇടതിനാണ്.